കാസർഗോഡ് നഗരത്തിൽ നിന്നും വടക്ക് 10 കിലോമീറ്റർ നാഷണൽ ഹൈവേ സഞ്ചരിച്ചാൽ ചരിത്രപ്രസിദ്ധമായ മൊഗ്രാൽ ഗ്രാമത്തിലെത്താം. മാപ്പിള മലബാറിന്റെ വീരേതിഹാസങ്ങൾ പാടിപ്പറഞ്ഞ മാപ്പിളപ്പാട്ട് കുലപതികളും പാണ്ഡിത്യത്തിന്റെ ഗരിമയും മഹിമയും കൊണ്ട് പുകൾപെറ്റ പാണ്ഡിത്യ കേസരികളും കാൽപന്തിന്റെ കാലച്ചുകൾ കൊണ്ട് താളപ്പെരുമ തീർത്ത മൊഗ്രാൽ ഗ്രാമം. മൊഗ്രാലിന്റെ കിഴക്കുമാറി 2 കിലോമീറ്റർ ഉള്ളോട്ട് സഞ്ചരിച്ചാൽ പ്രകൃതിരമണീയമായ ബദരിയ നഗറിലെത്താം. വ്യാവസായിക മേഖലയിൽ കേൾവി കേട്ട നാട്ടിൽ അത്യുത്തര കേരളത്തിന്റെ അഭിമാനമായി ദ്രുതഗതിയിൽ വളർന്നുവരുന്ന ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി നിലകൊള്ളുന്നത് കാണാം. When one sun sets, another will rise. It is the demise of Imam Abu Hanifa radiallahu anhu and the birth of Imam Shafi radiallahu anhu. When his father passed from the earth, the responsibility to mold a great scholar put up from the head of his mother Fatima radiallahu anha. Imam Shafi radiallahu anhu was a benchmark in every field like tafsir, Quran, hadith, fiqh, grammar, archery, medicine, etc. When Imam Shafi radiallahu anhu was bedridden, his student Imam Muzni radiallahu anhu came and asked, "How are you now?" Then Imam Shafi radiallahu anhu replied to him, "I am no longer on the earth of Allah. The goblet of demise at my mouth. No longer it will make me drunk." Then Imam Shafi radiallahu anhu wept and left to Allah with a couplet including forgiveness. This is the brief history of Imam Shafi radiallahu anhu because he is the scholar of universe. അഷാഫി ഫൗണ്ടേഷൻ കോഴ്സ്, SNEC ഷീ സ്ട്രീം, ശരിയ സ്ട്രീം, ഫളീല, ഹിഫ്ള് എന്നീ വിദ്യാഭ്യാസ മേഖലകൾക്ക് കീഴിൽ വിവിധ സ്ഥാപനങ്ങളിലായി വിദ്യാർത്ഥികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2008 ജൂണിൽ കൊമ്പളക്കടുത്ത ശാന്തിപ്പള്ളത്ത് താൽക്കാലികമായി ഷെഡിൽ 20 വിദ്യാർത്ഥികളുമായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം അൽഹംദുലില്ലാ ഇന്ന് ഇത്തരമൊരു അവസ്ഥയിലേക്ക് നിങ്ങളുടെയെല്ലാം പ്രാർത്ഥനകൾ കൊണ്ടും സഹായങ്ങൾ കൊണ്ടും അള്ളാഹു എത്തിച്ചിരിക്കുകയാണ്. മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കം നിന്നിരുന്ന നമ്മുടെ അത്യുത്തര ദേശത്തിന്റെ വിളി കേട്ടാണ് ശൂന്യകരങ്ങളുമായി വാർദ്ധക്യത്തിന്റെ ഓരത്തും ഷേഖുന MA കാസിമുസ്ലിയാർ ഇത്തരമൊരു സംരംഭത്തിന് തുടക്കമിട്ടത്. കാസർഗോഡ്, ദക്ഷിണ കന്നഡ മേഖലകളിൽ നീണ്ട 40 വർഷത്തിനുള്ളിൽ പള്ളി ദർസിലൂടെ അഗണ്യം സമർത്ഥരായ പണ്ഡിതരെ നമുക്ക് വാർത്തെടുത്തു തന്ന ഉസ്താദ് തന്നെയാണ് തന്റെ കാലശേഷവും ഒരു കെടാവിളക്കായി ദീനീ പ്രസരണം നിലകൊള്ളണമെന്ന ആഗ്രഹം ഉറച്ച ബോധത്തോടെ അള്ളാഹുവിൽ തവക്കുലാക്കിയത്. فذهب إلى ديوبندي في 22/1977 فتخرج كاسمية في سبتمبر 1978. آخر موافق إلى رحمة رب العالمين في ذي الحجة 1440. لا بد أنكم لاحظتم أن اسم الكلية هو مجمع الإمام الشافعي الإسلامي. على المرء أن يتساءل لماذا كان اسم أستاذ مصدر الإلهام لاختيار مثل هذا الاسم. كان يجب أستاذ الإمام الشافعي كثيرا، وعندما بدأت الكلية فكر لماذا لما تسمى الكلية باسم الإمام الشافعي، واقترح اسما رائعا للكلية باسم الأكاديمية الإمام الشافعي الإسلامية. നമ്മുടെ സഹായഹസ്തങ്ങൾ ഒരിക്കലും അസ്ഥാനത്തായിട്ടില്ല എന്നതിന് ഉദാഹരണമാണ് കഴിഞ്ഞ 16 വർഷത്തെ സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾ. സമർത്ഥരായ വിദ്യാർത്ഥികളെ പ്രത്യേക പരിശീലനത്തിലൂടെ തെരഞ്ഞെടുത്ത അവരുടെ പഠനം, താമസം, ഭക്ഷണം, മാനസിക ശാരീരിക പരിപോഷണം എന്നിവ നൽകി സമുദായത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന ഉത്തമ പൗരന്മാരാകുകയാണ് നമ്മൾ. കാണിച്ച് എണ്ണം പെരുപ്പിക്കുക എന്നതിലുപരി കൃത്യമായി മതവിദ്യയോടും ചിട്ടയായ അച്ചടക്കത്തോടും കൂടി SSLC, +2, ഡിഗ്രി, PG, സ്പോക്കൺ, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ വിദ്യാഭ്യാസങ്ങൾ നൽകി ജീവിതത്തിന്റെ ഒരറ്റം കാണിക്കുകയാണ് ഈ സ്ഥാപനം. ಧಾರ್ಮಿಕ ಮತ್ತು ದೈಹಿಕ ಶಿಕ್ಷಣ ಕ್ಷೇತ್ರದಲ್ಲಿ ತೀರಾ ಹಿಂದುಳಿದ ನಮ್ಮ ವಿದೇಶದ ಕೂಗಿಗೆ ಕಿವಿಗೊಟ್ಟು ವಿದ್ಯಾಪೀಠ ಬಳಿಗೆ ವಯಸ್ಸೆಳೆಯುತ್ತಿದ್ದರು. ತನ್ನ ದೈಹಿಕ ಕಾರ್ಯಗಳಿಗೆ ಕಿವಿಗೊಡದೆ ಅಲ್ಲಾಹನ ದೀನಿನ ಮೇಲೆ ಭರವಸೆ ಇಟ್ಟುಕೊಂಡು ಬರೀ ಕೈಗಳೊಂದಿಗೆ ಮಹಾನರಾದ ಕಾರಣಕಡಲಾದ ಶೇಖುನ MA ಕಾಸಿಮುಸ್ಲಿಯಾರ್ ಅವರು ಇಮಾಮ್ ಶಾಫಿ ಇಸ್ಲಾಮಿಕ್ ಅಕಾಡೆಮಿ ಎಂಬ ವಿಜ್ಞಾನ ಗೋಪುರಕ್ಕೆ ಶಿಲಾನ್ಯಾಸ ನೀಡಿದರು. ಪರಿತ್ಯಾಗ ಹಾಗೂ ಸತತ ಪ್ರಯತ್ನದಿಂದ ತನ್ನ ಸಾಮರ್ಥ್ಯವನ್ನು
ಜಗನಿಯಂತ್ರಕನ ಮುಂದೆ ಮುಡಿಪಾಗಿಟ್ಟು ಈ ಜ್ಞಾನ ದೇಗುಲಕ್ಕಾಗಿ ರಾತ್ರಿ ಹಗಲೆನ್ನದೇ ಪರಿಶ್ರಮಿಸಿದರು. സംസ്ഥാന പരീക്ഷകളിലും കലാസാഹിത്യ മത്സരങ്ങളിലും തിളക്കമാർന്ന വിജയം നമ്മുടെ മക്കളെ തേടിയെത്തുന്നു. നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം നമ്മുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കായി.